ശൈലി മാറ്റണമെന്ന് ആരും അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയാൻ പറ്റില്ല. അത് SNDP ശൈലി മാറ്റണമെന്നാണ്. CDPന്റെ ശൈലി എന്നാ മാറ്റേണ്ട ഒരു കാര്യമില്ല. അല്ല, മാറ്റമല്ല, അതല്ല. ഇപ്പോൾ എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നല്ലേ പറയാറ്. പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അതേ ശൈലി നിന്നിട്ടാണ് ആദ്യത്തെ 5 കൊല്ലം ഭരിച്ചു. അതേ ശൈലി തന്നെ ഒരു മാറ്റം എല്ലാവരും വിമർശിച്ചിട്ട് പോലും മാറിയില്ല. രണ്ടാമത് 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് പിന്നീട് തിരഞ്ഞെടുത്തു. അതേ ശൈലി തന്നെ തുടങ്ങുന്നു ഇപ്പോഴും. അപ്പോൾ ശൈലി മാറ്റം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. രണ്ടാമതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പ്. ശബരിമല പ്രശ്നങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങൾ തീപ്പെരി പോയി നിന്ന ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നത്. പലരും പലപ്പോഴും ഇടതുപക്ഷത്തിനൊരു വിജയം കിട്ടുകയില്ലെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും വൻപിച്ച വിജയമല്ലേ രണ്ടാമതും കിട്ടി. അപ്പോൾ പിണറായിയുടെ ശൈലി എന്ന് പറഞ്ഞ ആ ശൈലി ഒന്നും മാറിയില്ല, ഇപ്പോഴും മാറിയില്ല. ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇനിയിപ്പം 3ാം ഊഴവും പിണറായി സർക്കാർ തുടരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ശൈലി മാറ്റം അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. നയനാർക്കൊരു ശൈലിയായിരുന്നു, കരുണാകരൻ അദ്ദേഹത്തിന് വേറെ ശൈലിയായിരുന്നു, നയനാർക്കൊരു ശൈലിയായിരുന്നു, നമ്മുടെ VS ശൈലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലിയുമായിട്ട് ജനങ്ങൾ താതാത്മ്യപ്പെട്ടു പോയി. അത് മാറ്റാനോ സാധിക്കില്ല. ഓരോരുത്തരും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ്. എന്നാൽ 3ാമതും ഊഴത്തിനും ഇടതുപക്ഷത്തിന് അവസരമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പരാജയം എന്താണ്? പാർലമെൻറ്റിൽ. ആ പാർലമെൻറ്റിലുള്ള പരാജയത്തിന് കാരണം എന്താണെന്ന് പാർട്ടി പഠിച്ചൊരു പരിഹാരം കാണണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിറ്റുണ്ടായിരുന്നു. സാധാരണക്കാർക്കെല്ലാം ഉമ്മൻചാണ്ടി 600 കൊടുത്ത് അത് കൊടുക്കാതെ ഇട്ടിരുന്നു. ഇവരൊന്നിപ്പോൾ 1600 ഇപ്പോൾ അത് കുടിശ്ശികയായി കൊടുക്കുന്നുമില്ല. അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറിനകത്തെല്ലാം പാറ്റയ്ക്ക് പോലും ഭക്ഷണം കിട്ടാതെ അവൻ പോലും ചത്തുമല്ലെന്ന് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ സാധാരണക്കാർക്ക് എന്നും ആശയവും ആവേശമായിരുന്ന അവിടെ എങ്ങും നീതി സ്റ്റോറിലൊന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയതും ഒരു പരാജയം. ഈ പരാജയങ്ങൾ പലതിൽ ഒന്നാണ്. അതുപോലെ ന്യൂനപക്ഷങ്ങളോട് പ്രീണനം, അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല. എന്നാൽ ആ ന്യൂനപക്ഷങ്ങൾ കാര്യത്തോട് അടുത്തപ്പോൾ വോട്ട് വന്നപ്പോൾ വോട്ട് ചെയ്തുമില്ല.